അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ കൊല്ലു കാരണമായ കർബല ചരിത്ര ഐതിഹ്യം നാം കേട്ടിട്ടുള്ളേ. വളരെ നീണ്ടമായ ചരിത്ര ഐതിഹ്യം ഞങ്ങൾ സാധാരണയായിട്ട് കർബലത്തെ ചരിത്രം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. 7 നാളും 10 നാളും ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ചരിത്രം നാം വളരെ ഷോർട്ടായ നിലക്കായിരിക്കും ഈ ചരിത്രം എനിക്ക് നീളം മുന്നിൽ വെച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഇസ്ലാമിലെ 4 ഖലീഫമാരെ പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹു 6 തിങ്കൾ പിന്നെ ഖിലാഫത്ത് ഏറ്റെടുത്ത് അതോടുകൂടി 30 വർഷം പൂർത്തിയായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹുടെ തോളു പിന്നെ ഖിലാഫത്ത് ഉണ്ടാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അത് പിന്നെ ഒരു 6 തിങ്കൾ മാത്രം 30 വർഷവും ഭർത്തിയാവുന്നേ. അത് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കലോടുകൂടെ 30 വർഷം ഭർത്തിയായിട്ട് പിന്നെ ആ സ്ഥാനത്തെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ആയിട്ട് ഡിഗ്രി ഏറ്റെടുത്ത്. മുആവിയ റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല. മുആവിയ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മോനായിട്ട് കാത്തിബുൽ വഹീ എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നുണ്ട്. വഹീ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തതായ ഖുർആന്റെ എഴുതി വെച്ച മഹാനായിട്ട് ഖുർആൻ എഴുതുന്ന എത്ര വിശ്വാസയോഗ്യ വ്യക്തിയായിട്ട് കൊണല്ലേ. അതുപോലെ മാത്രമല്ല ബഹുമാനപ്പെട്ട ഉമ്മു അബി ഹബീബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യ. ഈ ഉമ്മു ഹബീബയുടെ മൂത്തനായിട്ട് എത്താറ് മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹു അലൈക്ക വലിയമാരായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും അടുപ്പമുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വ വഹിച്ചു എല്ലാ നിലക്കും അർഹതയുള്ള മഹാനായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു. 20 വർഷം നല്ലൊരു ആടൽത്ത മുസ്ലിം ഉമ്മത്ത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു എന്നാക്കിയിട്ട് വെച്ച് പിന്നെ നടത്തിയിട്ട് ആടൽത്ത നടത്തിയിട്ട് അവിടെ ഘർഷണയില്ല, കൊലയില്ല, ഒരു പാതക കൃത്യങ്ങൾ ഒന്നുമില്ല. നല്ല നിലക്ക് ആടൽത്താക്കിയിട്ട് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്റെ ജീവിതത്തെ അവസാന കാലഘട്ടം വരുമ്പോൾ തന്റെ ഉത്തരാധികാരി ആറ് ചെല്ല വിഷയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള ആൾമാരുടെ ചർച്ച ആക്കിയിട്ട് അവസാനമായിട്ട് തീരുമാനമെടുത്ത് തന്റെ മോനെ അതൊക്കെ യോഗ്യ വ്യക്തിയുണ്ട്. പക്ഷേ മുആവിയ റളിയല്ലാഹുവിന്റെ മോനായ യസീദ് മുആവിയ റളിയല്ലാഹുവിനെ പോലത്തെ ബാപ്പഴ നല്ല സ്വഭാവം ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്ന് മാത്രമല്ല ഒരു ആടൽത്തക്ക് ഒരു പക്വതയുള്ള വ്യക്തിയുമല്ല, ഒരു ജോലി ടൈപ്പ് ആളായിട്ടുണ്ട്. അപ്പോ പക്ഷേ തന്റെ മോനു ഈ ഒരു സ്ഥാനത്ത് ഒരു അർഹതയുള്ള വ്യക്തി അല്ല ചിലത് മുആവിയ റളിയല്ലാഹുവിന്റെ ഗമനത്ത് വന്നിട്ടില്ല. കാരണം പിന്നെ ബാപ്പഴത്തിൽ ഏകദേശം മക്ക നല്ല ആളായിട്ട് നടിക്കുന്നതല്ലേ. അപ്പൊ ഭർത്തിൽ ഇങ്ങനെ ജോലിയായ വ്യക്തിയാണെങ്കിലും ബാപ്പഴ എതിൽ വരുമ്പോ നല്ലൊരു ജവാബ്ദാരിയുക്ത ഒരു മോനായിട്ട് യസീദ് ഉണ്ടാക്കേണ്ടത് നടന്നുകൊണ്ടിരുന്നു. അപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ യസീദ് തന്റെ ഉത്തരാധികാരിയാകും പെർഫെക്റ്റ് ആയ ആളുണ്ട് വിചാരിച്ചു. തന്റെ 10ാമത്തെ വർഷത്തിലെ മുആവിയ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ഗഹനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് നന്നിൽ പിന്നെ ആറുണ്ട്. അപ്പെല്ലാം മുആവിയ റളിയല്ലാഹുവിന്റെ ചുറ്റുഭാഗത്തുള്ള ആൾമാരെല്ലാം യസീദിനെ കാണിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ അത് പ്രകാരമായിട്ട് യസീദ് പിന്നെ സുലഭമായിട്ട് അധികാരത്തിയേറോ കാരണമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ തന്റെ ലാസ്റ്റ് ടൈമിനു മുആവിയ റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് പിന്നെ ഷാമിയുടെ ഭാഗത്ത് ഇറാഖിയുടെ ഭാഗത്തുള്ള ആൾമാരെല്ലാം ഒരുമിച്ച് കൂട്ടിട്ട് എന്നിട്ട് എന്താക്കിയിട്ട് നന്നിൽ പിന്നെ എന്റെ മോനായിട്ട് ഉത്തരാധികാരി ചെന്നിട്ട് ഘോഷനാക്കിയിട്ട് എല്ലാരെയും ബൈഅത്താക്കിപ്പാടിത്തു. ഞങ്ങൾക്ക് തോന്നുന്നു ഇസ്ലാമിനു പിന്നെ 3 ഖലീഫന്മാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങെല്ലാരെയും പിന്നെ അങ്ങനെ ആളിൽ തെക്കുമ്പോൾ മദീന ആയിട്ട് ക്യാപിറ്റൽ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ನಂತರ മദീനയെ ക്യാപിറ്റൽ ആയിട്ട് ಮುಂದುವರಿಸಿತು. എപ്പോ അലി റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തതിൽ പിന്നെ എന്താക്കി ഈ ക്യാപിറ്റലിന്റെ കൂഫയിലേക്ക് ഇറാഖിലെ കൂഫയിലേക്ക് എന്താക്കിയിട്ട് ഷിഫ്റ്റ് ആക്കിയത്. ಅದಕ್ಕೆ ಕಾರಣ ഇസ്ലാം വ്യാപകമായിട്ട് എന്തായിട്ട് പതറിട്ടിരുന്നു, പ്രചാരമായിട്ടിരുന്നു. യൂറോപ്പിന്റെ ഭാഗത്തും എന്തായിട്ട് ഇസ്ലാം കാൽ വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെ യൂറോപ്പിലെ ഗഡി പ്രദേശമായ അസർബൈജാൻ ഇപ്പൊ യൂറോപ്പിലുള്ളത് അത് ഇസ്ലാമിന്റെ ആലത്ത് അണ്ടറിൽ വന്നത്. അപ്പൊ പിന്നെയും വ്യാപകമായിട്ട് ಬೆಳೆഞ്ഞത് കൊണ്ടും നിയന്ത്രിക്കുക കഷ്ടമായത് കൊണ്ടും പിന്നെ രാജധാനി ചെല്ലുമ്പോ ക്യാപിറ്റൽ ചെല്ലുമ്പോ മധ്യമേനല്ലേ നടുലുമേനല്ലേ ആ നിലക്ക് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇതാക്കിയിട്ട് ക്യാപിറ്റലിൽ ചേഞ്ച് ആക്കിയിട്ട്
അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത് പിന്നെയും ഷിഫ്റ്റാക്കി ദമസ്കസിലേക്ക് എന്താക്കി മാറ്റി. ഏതുമാവട്ടെ ഇറാഖിന്റെ ഭാഗത്തുള്ള ആൾമാർ ഫുള്ളായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ബെമ്പലിക്കന്മാരായത് കൊണ്ടും അവിടെ യസീദ് പിന്നെ ഉത്തരാധികാരിയായിട്ട് നിയമക്കാക്കുമ്പോൾ വലിയൊന്നും വിരോധമൊന്നും വന്നില്ല. അങ്ങനെ അവിടെ ആ ഭാഗത്തുള്ള ആൾമാരെല്ലാം ബൈഅത്താക്കിയാറ്. ഈ ഭാഗത്ത് ഹിജാസിന്റെ ഭാഗത്ത്, അതായത് മക്ക മദീനത്തെ ഭാഗത്തിൽ പിന്നെ ബൈഅത്താക്കണോ ചെന്നിട്ടു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആദേശം പോയിട്ട് അങ്ങനെ പിന്നെ യസീദ് മക്ക മദീനത്തെ ഭാഗത്ത് വന്നപ്പോൾ കൂടെ അങ്ങനത്തെ ഒരു ബെമ്പല കിട്ടില്ല. സ്വഹാബത്തിന്റെ പല ആൾമാരും അതിനെ എതിർത്താർ. കാരണം യസീദ് ഈ ഒരു സ്ഥാനത്ത് യസീദ് അർഹത്തെ ಇಲ್ಲ ಶೆಂಡದು യസീദിന്റെ ഭർത്തൃ വിഷയം കുറെ ഇങ്ങ് ಗೊಂತಿಂತು. യസീദ് അങ്ങനെ ഒരു വലിയൊരു എന്തില്ല പക്വത്തെ ഉള്ള ആളല്ല, ഒരു പ്രബുദ്ധത്തെ ഉള്ള ആളല്ലാണ്ട് കൂടെ ಗೊಂತಿಂತು. സ്വഹാബത്തിൽ പല ആൾമാരും അത് എതിർത്താർ. നമുക്കൊന്നും അബാദിലത്ത് എന്നങ്ങ് ചെല്ല 3 അബ്ദുള്ളമാർ, അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു പിന്നെ സുബൈർ, വലിയ മഹാന്മാരെ മക്കാരികൾ റളിയല്ലാഹു അൻഹും. ഉമർ റളിയല്ലാഹു അൻഹയും അബ്ബാസ് റളിയല്ലാഹു അൻഹയും സുബൈർ റളിയല്ലാഹു അൻഹു പ്രഗത്ഭരായ സ്വഹാബത്തിന് മക്കളായിട്ട് ഈ മൂന്നാൾമാർ ഇങ്ങനെ അബാദിലത്തിന്റെ പരിചയക്കാർ. ഈ 3 ആൾക്കാർ അതോടുകൂടെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മോനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഈ 4 ആൾമാർ ശക്തമായിട്ട് അങ്ങ് ബൈഅത്ത് എന്താക്കില്ല, അംഗീകരിച്ചില്ല. ബൈഅത്താക്കും അങ്ങ് റെഡിയായില്ല. അങ്ങനെ ഈ വിഷയ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ಗೊತ್ತಾയെങ്കിലും വലിയ എന്താക്കില്ല, അതൊരു പ്രതിരോധക്കാക്കോ പോയില്ല, ഒത്തയാക്കോ പോയില്ല. അത് അങ്ങ് വലിയ മഹാന്മാർ അങ്ങ് തിരിഞ്ഞ പോലെ അങ്ങ് ആക്കിയിട്ടുള്ള ചെന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു വലിയ വിഷയമാക്കോ പോയില്ല. പക്ഷെ ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായ ഒരു പ്രകടന ദാഖലാകൂ ഒരു ടൈം ഉണ്ടായത്. അതെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായി. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായാൽ പിന്നെ സഹജമായിട്ട് യസീദ് ഉത്തരാധികാരിയായിട്ട് നിയമക്കായാൽ പിന്നെ യസീദ് ഈ വിഷയത്തിൽ കർശനമായിട്ട് എന്താക്കി നന്റെ എല്ലാവരും ബൈഅത്താക്കണോ എന്ന് പ്രഖ്യാപിച്ചു. കഡ്ഡയായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു അത് കഡ്ഡയാക്കിയിരുന്നിട്ടില്ല. ഇപ്പൊ ആയിട്ട് ഹിജാസിന്റെ ഭാഗത്ത് നല്ല ഫോഴ്സ് മൂത്തു എന്താക്കണം, എല്ലാവരും കഡ്ഡായിട്ടും മുആവിയ റളിയല്ലാഹു അൻഹു എന്താക്കണം, ബൈഅത്താക്കണോ. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതിന്റെ പറ്റി തന്റെ തകരാറ് ഞങ്ങൾ ബൈഅത്താക്കില്ല, ഞങ്ങൾ പിന്നെ ദബ്ബാലിക്കാക്കടെ അന്ന് വേണ്ട, പഠിച്ചോ വെച്ച് തവക്കൽത്തു അലല്ലാഹ് എന്ന് അങ്ങ് ബൈഅത്താക്കിയ. പക്ഷേ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അതുപോലെ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ്, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു രണ്ടാളും ഇതിനെന്താക്കില്ല, പിന്നെ ബൈഅത്താക്കോ റെഡിയായില്ല. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ശക്തമായി എതിർത്തിട്ട് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഒരു വലിയൊരു ഫാൻ, പിന്നെ അഭിമാന വർഗ്ഗം. കാരണം അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നാൽ പിന്നെ പെത്തതായ ഫസ്റ്റ് കിടാവായിട്ടുണ്ട്. ഹിജ്റ സ്വഹാബത്ത് മക്കത്തെ വിട്ട് മദീനത്ത് വന്നാലല്ലേ. അപ്പൊ എന്തെല്ലാം മക്കത്തെ മുസ്ലിക്കിനെ ഷാപ്പിട്ടുన్నారు, അങ്ങ് എന്തായിട്ട് പോണ്ടാറ്, നിസ്സന്താനായിട്ട് പോണ്ടാറ്, അങ്ങ് എന്തോ ഇല്ലാണ്ട് ആയി പോണ്ടാറല്ല ഷാപ്പിട്ടാറ്. പക്ഷെ നിസ്സന്താനായി പോണ്ടാറ് ചിലർക്ക് അപ്പോ അതായിട്ട് ഫസ്റ്റ് ആയിട്ട് പിന്നെ സുബൈർ റളിയല്ലാഹു അൻഹു ഫസ്റ്റ് കിടാവായിട്ട് കിടാവായിട്ട് അതായിട്ട് അബ്ദുല്ലാഹിബ്നു സുബൈർ. അപ്പോ പിന്നെ ഈ മക്കത്തിന്റെ പിന്നെ ഹിജ്റ പോയ മുഹാജിർക്ക് വലിയൊരു ഹെമ്മയായിട്ട് നമുക്കൊരു ആണിക്കിടാവായിട്ട് ആ ഒരു വലിയൊരു ബല ഗണസ്ഥയ്ക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അത് തന്റെ ജീവിതത്തിൽ അങ്ങനെ വെച്ചുണ്ട്. അപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇതിനെ ശക്തമായിട്ട് എതിർത്താറും. അങ്ങനെ മദീനത്ത് വന്നാർ യസീദിന്റെ പടങ്ങളിൽ മദീനത്ത് വന്നിട്ട് ബലവന്താക്കിയപ്പോൾ മദീനത്തിൽ നിന്ന് മക്കത്തിലേക്ക് അങ്ങനെന്തായാലും മദീന വിട്ടു മക്കത്തിലേക്ക് പോയാർ. ഈ ഗലാട്ട വേണ്ടാണ് മക്കത്തിൽ പോയിട്ട് അങ്ങനെ ആർക്കും വിഭാഗത്തെടുത്തോണ്ടിരുന്നാർ. ആ സമയത്തിലായിട്ട് പിന്നെ കൂഫത്തിൽ നിന്നിട്ട് കൂഫക്കാരനല്ലേ ഇങ്ങെന്താക്കിയാറ് കടലാസ് എഴുതാൻ തുടങ്ങിയാർ ഹുസൈൻ റളിയല്ലാഹു അൻഹു. കാരണം ഞങ്ങൾക്ക് ഇവിടെ നിരന്തരമായിട്ട് പിന്നെ യസീദ് ആടളിത്ത ഏറ്റെടുത്താൽ പിന്നെ ഞങ്ങളെ മേലെ ദബ്ബാലിക്കായിട്ടുണ്ടോ, അക്രമായിട്ടുണ്ടോ, അന്യായമായിട്ടുണ്ടോ, പ്രജകളായ ഞങ്ങളെ കഷ്ടകാർപ്പണ്യത്തിന് ഒരു നിലക്കും എന്താക്കില്ല യസീദ് സ്പന്ദിക്കില്ല. അതുകൊണ്ട് ഈ ഒരു വലിയൊരു ആടളിത്ത വിരോധ ഇവിടെ സ്ഥിതി ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, ഞങ്ങൾക്ക് ഈ ആടളിത്ത എതിരുള്ളായിട്ട് ഹോരാടവും നിങ്ങൾ ഞങ്ങളെ നേതൃത്വ വഹിച്ചെന്ന് ചെന്നിട്ടും ഹുസൈൻ റളിയല്ലാഹു അൻഹു കടലാസ് ബറവ് തുടങ്ങിയിട്ട് കത്ത് ബറവ് തുടങ്ങിയിട്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെയുള്ളതായ
ഈ കത്ത് ഒന്നും റിപ്ലൈ ആക്കിയില്ല. കാരണം ഈ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിട്ട് ഈ രാജകീയത്തെ സംബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ കാളജ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്റെ പാടുക മക്കത്തിൽ ഉംറാക്കിയിട്ടും അതുപോലെ ഇബാദത്തിലായിട്ട് ഹറമിലായിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു നിരന്തരമായിട്ട് അപ്പായിട്ടേക്ക് പിന്നെ ഒരു കത്ത് വന്ന് ആൾറെഡി കത്ത് ഒരു ഗോണി നിറക്കിടത്തെ കത്ത് വന്നിരും. പക്ഷെ ആ കൂട്ടത്ത് ഒരു കത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു വലിയ ഹർട്ടാക്കി, വലിയ നൊമ്പലാക്കി. ആ കത്തിൽ എന്തോ ഉള്ളേ, ഓ ഹുസൈൻ തങ്ങളെ നീ എത്ര വേഗം കൂഫത്ത് വന്ന് ഇത്തണം, ഞങ്ങൾ നിരന്തരമായി നീരോട്ട് ഞങ്ങൾ കത്ത് കത്തിട്ടുള്ള, പക്ഷെ നിങ്ങൾ അത് റിപ്ലൈ ആക്കിണ്ടില്ല. കൂടെ യസീദിലെ ദൗർജന്യം നിരന്തരമായിട്ടുണ്ട്, ഞങ്ങൾ അക്രമ കൊലകായിട്ടുള്ള. അപ്പോ ഞങ്ങൾ മർദ്ദന കൊലകായിട്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് സഹായാക്കുവോ നിങ്ങൾ അല്ലാണ്ട് വേറെ നേതൃത്വം ഇല്ല. നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ നേതൃത്വം വഹിച്ചിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ സഹായാക്കണോ. ഒരു സമയം മാത്രം നിങ്ങൾ വന്നില്ലണ്ടായെങ്കിൽ നാളെ പരലോകത്തിൽ വെച്ചിട്ട് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മുഖത്തിൽ വെച്ചിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കടാ. എന്തുകൊണ്ടോ ഞങ്ങൾ ഇത്രയെല്ലാം ഞങ്ങളെ ദൗർജന്യ യസീദ് ഒരു ഭരണക്കൂട്ട ആക്കിണ്ടിരിക്കുമ്പോ ഞങ്ങളെ ബകയിലായിട്ട് ഞങ്ങൾക്ക് അത് സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഈ ദൗർജന്യത്തിൽ നിന്ന് അക്രമത്തിൽ നിന്ന് മോചനാക്കുകയും രക്ഷിക്കുകയും ഹുസൈനാർ വന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ടില്ല ചെല്ലേ ആ ഒരു പിന്നെ എലിഗേഷൻ ഒരു ആരോപണം ഞങ്ങൾ ആഖിറത്തിൽ ഇടുക. അപ്പൊ നിങ്ങൾ ഉത്തരവ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാവല്ലേ. മുസ്ലിം ഉമ്മത്ത് ഇത്ര കഷ്ടത്തിലിരിക്കുമ്പോ അത് കണ്ടിട്ടും കാണാത്ത പോലെ നിങ്ങൾ ആക്കിയിട്ടുള്ള ചെന്നിട്ടുള്ള ഒരു കത്ത് വന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു മനസ്സ് വല്ലാത്ത ഒരു ഖേദിച്ചു പോയിട്ട് ഇപ്പൊ പോവാട്ട് കൊന്നില്ല, പോയെങ്കിൽ കൊന്നില്ല. കാരണം പോയെങ്കിൽ അവിടെ ഖണ്ഡിതമായിട്ടും അതൊരു അത്ര സുലാഭത്തെ ഒരു പ്രദേശം എന്തുമല്ല. ഷാമിയുടെ ഭാഗത്ത് ഫുള്ളായിട്ട് യസീദ് ആൾമാരായിട്ട് കൂടെ അവിടെ ഉള്ളേ. അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ട് അവിടെ യസീദിലെ ഭരണകൂടത്തെ എതിരിൽ പിന്നെ ഹോറാട്ടോ ചെന്നെങ്കിൽ അത് ചെറിയ വിഷയം എന്തുമല്ല. പക്ഷെ പോയില്ലെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യന്മാരെ നാ വഞ്ചിച്ച പോലെ ആവേ, അങ്ങനെ ആ കഷ്ടത്തിന് സ്പന്ദനാക്കുമെന്ന് എന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നാളെ പരലോകത്തിൽ വെച്ചിട്ട് അള്ളാഹുയുടെ സന്നിധാനത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നന്നോട്ട് കേട്ടെങ്കിൽ എന്തേ ഹുസൈനെ അവിടെ പോയിട്ട് ചെല്ല് ಹೆಲ್ಪ್ ಹಾಕೋ ತೀರ್ಲಂತ ಚೆಲ್ಲಿ ಆ ಪ್ರಶ್ನೆಗೆ ನನ್ನಟ ಉತ್ತರ കിട്ടലല്ലേ ചെല്ലെ ഈ ഒരു വലിയൊരു ബേജാറ് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ടായതുകൊണ്ടും ഏതായാലും അള്ളാഹു തീരുമാനിച്ച പോലെ ആവട്ട് ഞാൻ കൂഫത്തേക്ക് പോകേണ്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഭർത്തായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ശക്തമായിട്ട് അത് എതിർത്തിട്ട് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചെന്ന് ഞങ്ങൾ മക്കത്തിൽ നിന്നിട്ട് ഒരു ആന്തോളൻ ആക്കും, ഒരു ക്രാന്തി ആക്കിയിട്ട് ആ ക്രാന്തിയുടെ ഒരു വെച്ച് ഞങ്ങൾ എന്താക്ക കൂഫത്തെ ഭാഗത്ത് ഷാമിയുടെ ഭാഗത്ത് ആൾമാർക്ക് തട്ടുപാട്ടുക, അവിടെ ഭരണകൂട്ടത്തിൽ ഞങ്ങൾ അതിലെ വെച്ച് തട്ടുപാട്ടുക. അതുകൊണ്ട് ഹുസൈൻ തങ്ങളെ നിങ്ങൾ എന്താക്കാൻ ഏതായാലും പോകണ്ടാണ് കേൾക്കും ചെന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെന്ന് ഇല്ല, നന്റെ ആ നിലക്കങ്ങ നല്ല പരലോകത്തിൽ അള്ളാഹുടെ റസൂലിന്റെ സമൂഹത്തിൽ വെച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനാണ് ചെന്നാൽ പിന്നെ അത് എനിക്ക് ഇവിടെ നിൽക്കോ മനസ്സില്ല. ഞാൻ ഈ വിഷയത്തിൽ എത്ര കഷ്ടമായെങ്കിൽ ഞാൻ ഹോറാടുക റെഡിയായിട്ടില്ല ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫത്തിലേക്ക് ഭർത്തായിട്ട് അങ്ങനെ അവിടെ ഭർത്തായിട്ട് എന്തെല്ലാം സംഭവിക്കണം ചെല്ലേ ചെറിയ വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.